ഹായ് ഹലോ, രാജീവ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പം ഇന്ന് എല്ലാവരിലും നര കാണാണ്, സർവ്വസാധാരണമാണ്. ഓമന നര മുതൽ വാർദ്ധക്യ നര വരെ എല്ലാവർക്കും. പലവർക്കും കെമിക്കൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പലരും അത് കാരണം മുഖത്ത് കരിമങ്കല്യം വരുന്നു, ചൊറിച്ചിൽ വരുന്നു, അലർജി വരുന്നു, ആകെ ബുദ്ധിമുട്ടുന്നു. അങ്ങനെയുള്ളവർക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് മതി. അപ്പൊ അതെന്താന്ന് ഞാൻ പരിചയപ്പെടുത്താനാണ് വന്നത്. അപ്പൊ എല്ലാവരും വീഡിയോയിലേക്ക് പോണതിന്റെ മുന്നേ പറയുകയാണെ, ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണം. അപ്പൊ നീ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ അതിന് നമ്മളെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നാലോ, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങള് മുരിങ്ങയുടെ ഇല ഒക്കെ ഒരേ തൂക്കത്തിലെടുക്കണം കേട്ടോ. നിങ്ങളെ എത്രയേച്ചൊക്കെ ഒരേ തൂക്കത്തില് ഈ സംഭവം ഉണ്ടാക്കി നമ്മളൊരു കഷായം പോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ നമുക്ക് കുപ്പിയിൽ സൂക്ഷിക്കാം. അത് കഴിഞ്ഞ് മുടി കറുപ്പിക്കുന്ന ദിവസം ഇത് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന് എന്തൊക്കെ ഇലകളാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാം ഒരേ അളവിലെടുക്കാൻ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഒന്നും ഏറ്റക്കുറച്ചിൽ വേണ്ട വിചാരിച്ചിട്ടാ. ഞാനിപ്പോ ഒക്കെ ഈ 2 പിടി എടുക്കാം, അപ്പൊ ഒത്തിരി തോനുണ്ടാവും. നിങ്ങൾക്ക് കുറച്ചേ വേണ്ടു വെച്ചാൽ ഓരോ പിടി എടുത്താൽ മതി, അല്ലെങ്കിൽ ഈ 2 ഇല എടുത്താൽ മതി. അങ്ങനെ ഒരു കഷായം ഉണ്ടാക്കി നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പൊ അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു പിടി മുരിങ്ങയില ഒക്കെ ഒരേപോലെ കഴുകി നമ്മൾ തണലത്തിട്ട്, ഒന്നും വേണ്ട, നമുക്കത് തിളപ്പിക്കാനുള്ളതാ. നിങ്ങൾക്ക് പൊടിയാക്കി വെക്കാൻ പറ്റിച്ചാൽ ഇതൊക്കെ പൊടിയാക്കി വെക്കാം കേട്ടോ. ഇതൊക്കെ പൊടിയാക്കി വെക്കപ്പോൾ ചെറിയൊരു മഴയുടെ തടസ്സമൊക്കെ ഉള്ളതല്ലേ, അത് കാരണമാണ് ഞാൻ പൊടിയാക്കി വെക്കാൻ പറയാത്തതൊക്കെ തിളപ്പിച്ച് കഷായം പോലെ ആക്കി വെച്ചോളാൻ പറയുന്നത്. പൊടിയാക്കി വെച്ചാൽ സൂപ്പറാണ്. ചായപ്പൊടിയുടെ കൂടെ ചായപ്പൊടി നമ്മൾ തിളപ്പിച്ച് മറ്റൊക്കെ കൂട്ടി കലക്കുന്ന സമയത്ത് ഇതും കൂടി അതിൽ കൂട്ടുക. എന്നിട്ട് നമ്മൾ അരിച്ച് ഊറ്റിയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് തിളപ്പിച്ചൊരു കുപ്പിയിലാക്കി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കുക. എങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അതിന് എന്തൊക്കെ ഇലയെന്ന് വേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഒരു പിടി മുരിങ്ങയുടെ ഇല, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ കറിവേപ്പില, മൂന്നാമത് നമ്മൾ കിഴാർനെല്ലി, നാലാമത് നമ്മൾ കഞ്ഞുണ്ണി ഒക്കെ താമൂലം എടുക്കാം കേട്ടോ. ഇതൊക്കെ എന്താ വെച്ചാൽ കിഴാർനെല്ലി ചളി കളഞ്ഞിട്ട് പറിച്ചു കഴിഞ്ഞാൽ മണ്ണ്, അതുപോലെ നമ്മളെ ഇതുണ്ടല്ലോ ഭൃംഗരാജ കയ്യോന്നി, അത് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ മണ്ണൊക്കെ കഴുകിയിട്ട് താമൂലം എടുക്കാം കേട്ടോ. അപ്പൊ ഒക്കെ ഇതിന്റെ അളവ് എത്രയേച്ചാൽ അത്ര നിങ്ങൾക്ക് അങ്ങനെ ഇലകൾ എടുക്കാം. പിന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് പനിക്കൂർക്കട ഇല എടുക്കാം, മനസ്സിലായില്ലേ. പിന്നെ നമുക്ക് ദന്തപ്പാലയുടെ ഇല കിട്ടുന്നവരൊക്കെ ആയുർവേദ കടകളിൽ പറഞ്ഞാൽ അവർ കൊടുന്നു തരും കേട്ടോ. ദന്തപ്പാലയുടെ ഇല എടുക്കാം. പിന്നെ നമുക്ക് കൂടെ പാടയുടെ ഇല നമുക്ക് നമ്മളെ വീട്ടുകളിലൊക്കെ സാധാരണയാണ് കേട്ടോ. ഒക്കെ ഒരേ കണക്കിലെടുക്കണമെന്നല്ലോ. പാടയുടെ ഇല എടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ, നമ്മളെ ഇതെടുക്കാം, എന്താ പറയുക, ചെമ്പരത്തി പൂവ്, അത് നമുക്കൊരു പിടി എടുക്കാം. അതുപോലെ ചെമ്പരത്തിയുടെ ഇല ഒരു പിടി എടുക്കാം. പിന്നെ തുളസിയുടെ ഇല, തുളസി നമ്മൾ എന്ത് വേണമെന്നറിയോ, കോലൊന്നും വേണ്ട, ആ തലപ്പത്തുണ്ടല്ലേ പൂവൊക്കെ, അതൊക്കെ നുള്ളി കളഞ്ഞിട്ട് ഇല മാത്രം നിങ്ങൾ എടുത്താൽ മതി. അതും നിങ്ങൾക്ക് ഒരു പിടി. ഒക്കെ ഒരേ താമൂലത്തിൽ എടുക്കണം, ഒക്കെ ഒരേ കണക്കാവണം. തുളസിയുടെ ഇലയും എല്ലാം ഒരേ കണക്കാവണം. പിന്നെ നമുക്ക് അതേ കണക്കിൽ പേരയുടെ തൂമ്പല എടുത്താൽ നമുക്ക് പൊടിക്കണ്ട, അങ്ങനെ പിച്ചിടണ്ട. അല്ല ഇനിയിപ്പോൾ തൂമ്പല ഒരുപാട് ഒരു പിടി കിട്ടാനില്ലാത്ത ഒരു വലിയ ഇല എടുത്താൽ പിച്ചി ഇട്ടാൽ മതി. പിന്നെ അതേപോലെ നമുക്ക് വിഷ്ണുക്രാന്തി പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അത് നല്ല മുടി കറക്കണതാണ്. അതിന്റെ പൂവ് നിങ്ങൾക്ക് ഒരു പിടി. അതിന്റെ പൂവ് നിങ്ങൾക്ക് ഇത്ര അളവിൽ കിട്ടണില്ലെങ്കിൽ എത്രയും അളവിൽ കിട്ടണ വെച്ചാൽ അത്ര ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾ വിഷ്ണുക്രാന്തി അങ്ങനെ ഈ ഇലകളൊക്കെ നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ ഈ ഇലയ്ക്ക് അനുസരിച്ചിട്ട് വെള്ളം പാരണം. കാരണം ഇതൊന്ന് കുറുക്കണം, കുറച്ച് നേരം തിളപ്പിച്ച് കുറുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു 4 ഗ്ലാസ് വെള്ളം പാർന്നിട്ട് അത് 2 ഗ്ലാസ് ആയിട്ട് വറ്റിയിട്ട് അരിക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ പിന്നെ കിട്ടണമെന്നറിയാം, ചതച്ചിടേണ്ട സാധനങ്ങൾ നമ്മൾ നെല്ലിക്ക പൊടിയായിട്ട് എടുത്താൽ മതി. നിങ്ങൾ നെല്ലിക്ക ചതച്ചിടണ്ട. നമ്മൾ അതിൽ ചതച്ചിടേണ്ട സാധനം വെളുത്തുള്ളി ആദ്യം, പിന്നെ ഒരു 4 ചെറിയ ഉള്ളി കുത്തിച്ചതച്ചിട്ട് അതിലിടാം. പിന്നെ നമുക്കൊരു കഷ്ണം ഇഞ്ചി ഇതിൽ കുത്തിച്ചതച്ചിടാം. ഇതൊക്കെ തിളയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ അതിൽ ഇടണത് എന്താണെന്നറിയോ, 4 ടീസ്പൂൺ ചായപ്പൊടി, 2 ടീസ്പൂൺ കാപ്പിപ്പൊടി. ഇതൊക്കെ പാടെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആറാൻ വെക്കണം. ആറിയിട്ട് അരിച്ചിട്ട് നമ്മളൊരു കുപ്പിയിലാക്കി വെക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇരുമ്പിന്റെ ചട്ടി എടുക്കുക. ഇരുമ്പിന്റെ ചട്ടിയിൽ കലക്കി വെക്കേണ്ട സാധനങ്ങൾ തലേ ദിവസം നമ്മൾ കലക്കി വെക്കേണ്ടത് എന്തൊക്കെയാണെന്നറിയോ, നെല്ലിക്കപ്പൊടി എത്രയും നമ്മളെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ എന്നും എങ്ങനെ നിങ്ങൾ കറുപ്പിക്കാൻ കൂട്ടി വയ്ക്കില്ല വെച്ചാൽ അങ്ങനെ. അതിൽ നമ്മൾ 2 ടീസ്പൂൺ നെല്ലിക്കപ്പൊടി ഞാൻ പറയുന്നുണ്ട്, 2 ടീസ്പൂൺ മൈലാഞ്ചിപ്പൊടി പറയുന്നുണ്ട്, 2 ടീസ്പൂൺ മഞ്ചിഷ്ടപ്പൊടി ഞാൻ പറയുന്നുണ്ട്. ഇത് 3ഉം കൂടി നിങ്ങൾ ഈ കഷായം ഉണ്ടാക്കി വെച്ചില്ലേ, അത് നിങ്ങൾ വെള്ളം ഏറാത്ത വിധം അതിൽ കുറുന്നനെ കലക്കിയിട്ട് നിങ്ങൾ തലേ ദിവസം ഇരുമ്പിന്റെ ചട്ടിയിൽ വെച്ചിട്ട് അടച്ചു വെക്കണം. എന്നിട്ട് 10 മണിക്കൂർ കഴിഞ്ഞോട്ടെ, പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, അതിൽ നീലാമരിപ്പൊടി നമ്മൾ അതിൽ കൂട്ടണം. പിന്നെ ത്രിഫല ചൂർണം അതും
രാവിലെ കൂട്ടിയാൽ മതി ത്രിഫല നിങ്ങൾ ഇതൊക്കെ 2 സ്പൂൺ വെച്ചാൽ 1 ടീസ്പൂൺ ത്രിഫല കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മറ്റേ സാധനങ്ങളൊക്കെ തിളപ്പിച്ചില്ലേ ആ കൂട്ടത്തിൽ 2 സ്പൂൺ ഇട്ടിട്ട് ഒന്നിച്ച് തിളപ്പിച്ച് വെച്ചാലും മതി. അത് നിങ്ങളെ സൗകര്യത്തിന് ചെയ്യാം. ത്രിഫലയുടെ കാര്യം നീലമരി മാത്രം നമ്മൾ രാവിലെ കലക്കാൻ പാടുള്ളൂ. ഈ നീലമരി കലക്കണ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്നോ, ഒരു ഗ്രാമ്പു നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ഒന്നും ചൂടാക്കിയിട്ട് കരിയാത്ത വിധം നമ്മൾ ചൂടാക്കി പൊടിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ഗ്രാമ്പു നമ്മൾ പൊടിച്ചു വെക്കുക, മനസ്സിലായില്ലേ? ആ ഗ്രാമ്പു നമ്മൾ പൊടിച്ചു വെച്ചെന്ന് ഒരു ലേശം അങ്ങനെ ഒരു പിഞ്ച് നമ്മൾക്ക് ആ കലക്കി വെക്കുമ്പോൾ അതിൽ കലക്കുക. പിന്നെ നമുക്കൊരു കോഴിമുട്ടയുടെ വെള്ള താമൂലം കൂട്ടണ്ട. എന്താ തന്നെയാണ് ഈ കോഴിമുട്ടയുടെ വെള്ള കൂട്ടണ അറിയോ നിങ്ങൾക്ക്? കോഴിമുട്ടയുടെ വെള്ള കൂട്ടിനെങ്കിൽ നീലമരിപ്പൊടി തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടി ഒരു സുഖം ഉണ്ടാവില്ല, മയയില്ലാതെ പിരുന്നനെ നിൽക്കുന്നുണ്ട്. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ കോഴിമുട്ടയുടെ വെള്ള കൂട്ടിയിട്ട് മാത്രമേ അത് കലക്കാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് രാവിലെ കുറച്ച് സാധനം കൂടി അതിൽ പൊടിച്ച് കൂട്ടാണ്ട് നമ്മൾ 2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ കരിഞ്ജീരകം. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്നോ, നമ്മൾ തന്നെ ഒന്ന് വറുത്തിട്ട് അതൊന്ന് കറക്കണ പോലെ വറക്കണം. ഈ ഗ്രാമ്പു നമ്മൾ കറക്കണ പോലെ വറക്കണ്ട. കുറച്ച് ഗ്രാമ്പു സാധാ ചൂടാക്കി പൊടിച്ചാൽ മതി, അതിങ്ങനെ പിഞ്ചിട്ടാൽ മതി. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കരിഞ്ജീരകവും എന്താ പറയുക ഉലുവി നമ്മൾ നല്ലോണം കറക്കണ പോലെ കാപ്പിപ്പൊടിയുടെ കളർ വരെ അയച്ചിട്ട് നല്ലോണം കത്തിക്കരുത് കേട്ടോ. മുടിക്കുള്ളതാ നല്ലോണം ശ്രദ്ധിക്കണം. ഇരുമ്പിന്റെ ചട്ടിയിൽ മാത്രമേ വറക്കാവുള്ളൂ. കാരണം ഇരുമ്പിന്റെ ചട്ടിക്ക് ചൂട് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്, അലുമിനിയം ചട്ടിക്ക് അതില്ല. അപ്പൊ നമ്മളെ മുടി കൊഴിഞ്ഞു പോകും. നമ്മളെ മുടി കൊഴിഞ്ഞു പോവാതിരിക്കാനും കൂടിയാണ് ഈ കറുപ്പിക്കുമ്പോൾ നമ്മളെ മുടിക്ക് എല്ലാ പോഷകങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മരുന്നുകൾ പറയുന്നത്. ഞാൻ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞില്ലേ? അപ്പോൾ നെല്ലിക്കപ്പൊടിയൊക്കെ നമ്മൾ അങ്ങനെ കൂട്ടിക്കലർത്തി നമ്മൾ രാവിലെ ഈ എന്താ പറയുക അത് നീലാമരി കൂട്ടണ സമയത്ത് മാത്രം കൂട്ടിയാൽ മതി. എന്താ കരിഞ്ജീരകം ഉലുവയും കാപ്പിപ്പൊടി പോലത്തെ കളറാവണം അത് പൊടിച്ച് കിട്ടിയ. അതും കൂടി നമ്മൾ കൂട്ടിയിട്ട് കോഴിമുട്ട വെള്ളയും കൂട്ടിയിട്ട് ഇങ്ങനെ പിഞ്ചിയിട്ട് ഒരു നുള്ളു ഉപ്പ്. നമ്മളെ മുടിക്ക് എത്ര സാധനം വേണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ ആ കഷായം കൂട്ടിയിട്ടാണ് ലൂസാക്കാവുള്ളൂ. ചായയും കാപ്പിയും എല്ലാം അടങ്ങിയിട്ടുണ്ടായില്ല അല്ലേ? അത് നല്ല എന്തുപോലത്തെ ഉണ്ടാവുന്ന കറുത്ത കളർ ഉണ്ടാവും. നമ്മളെ പനിക്കൂർക്കടയില, കറിവേപ്പില, എന്താ പറയുക നമ്മളെ എന്താ പറയുക മുരിങ്ങടയില, കിഴാർനെല്ലി, കയ്യൂന്നി, ഇതൊക്കെ കൂട്ടിയിട്ട് പോഷക സമ്പൂർണ്ണമായിരിക്കും നമ്മളെ മുടിക്ക്. അപ്പം നിങ്ങൾ ഈ കഷായം കൂട്ടിയിട്ട് മുടി തലേ ദിവസം നിങ്ങൾ നന്നായി ചളി കളഞ്ഞിട്ട് തീരെ എണ്ണമയം തീരെ ഉണ്ടാവരുത് അങ്ങനെയുള്ള മുടിയിൽ തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം 2 മണിക്കൂർ ഇരുന്നിട്ട് നോർമൽ വെള്ളത്തിൽ നിങ്ങൾ കഴുകി കളഞ്ഞാൽ മതി. ഇനി നിങ്ങൾക്ക് നോർമൽ വെള്ളം പോരാ, എനിക്ക് എന്താ പറയുക എന്തെങ്കിലും തേക്കണം എന്നുള്ളവര് നിങ്ങൾ അപ്പം എന്ത് ചെയ്യണം, ചെമ്പരത്തി താളി അത് ഇല നിങ്ങൾ അരിച്ച് പിഴിയണം. അല്ലാതെ നിങ്ങൾ ആ അരച്ച പോലെ തേക്കരുത്. അരിച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നോർമൽ വെള്ളത്തിൽ കുളിച്ചാൽ മതി. അപ്പം അങ്ങനെ നിങ്ങൾ തേച്ചിട്ട് ആദ്യത്തെ പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ കറുപ്പിക്കേണ്ടി വരും. ആദ്യത്തെ തവണ 2-3 പ്രാവശ്യം നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് കറുപ്പിക്കേണ്ടി വരും. പിന്നീട് നിങ്ങൾക്ക് മാസത്തിൽ 1 പ്രാവശ്യമാവും. പിന്നീട് നിങ്ങൾക്ക് വേര് മുതൽ കറക്കും മുടി. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു നര കണ്ടുവച്ചാൽ അപ്പോൾ നിങ്ങളൊന്ന് കറുപ്പിച്ചാൽ മതിയാവും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇത് തേച്ചിട്ട് നിങ്ങൾ കറക്കാത്തവർ ആരും ഉണ്ടാവില്ല. 100 വയസ്സായ ആൾക്കും ഇത് കറുപ്പിക്കാൻ പേടിക്കാതെ, മനസ്സിലായില്ലേ? പഞ്ചിഷ്ടം എല്ലാം കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ആയുർവേദത്തിലെ ഒരുവിധം മരുന്നൊക്കെ അതിൽ കൂട്ടിയിട്ടുണ്ട്. ത്രിഫലയൊക്കെ നിങ്ങൾ മുടി വളർച്ചയ്ക്ക് നമ്മൾ കുളി കഴിഞ്ഞിട്ട് ത്രിഫല കൊണ്ട് കഴുകിയാൽ മുടി നല്ല പനങ്കൊല പോലെ വളരും, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ത്രിഫലയൊക്കെ ഇതിൽ കൂട്ടേണ്ട എല്ലാം പോഷക സമ്പൂർണ്ണമാണ്. ത്രിഫല നിങ്ങൾക്ക് പൊടിയായിട്ട് കൂട്ടാം, അല്ലെങ്കിൽ കഷായത്തിൽ കൂടി തിളപ്പിക്കുക. അത് നിങ്ങളുടെ സൗകര്യമാണ്. രണ്ടും ചെയ്യാം, രണ്ടും ദോഷമില്ല നമുക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തു നോക്കണം. പിന്നെ ഇനി ആർക്കും മുടി നരച്ചു എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.